ബോറടിപ്പിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. 15 സവോള വളരെ നൈസായിട്ട് അരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ആവശ്യത്തിന് ചതച്ചെടുത്തത്, പുതിനയില അരിഞ്ഞത്, 2 നാരങ്ങ, 5 വലിയ തക്കാളി വളരെ ചെറുതായി അരിഞ്ഞ് എണ്ണ ഒഴിക്കാതെ ചൂടാക്കിയ പാത്രത്തിലിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചോപ്പ് ചെയ്ത് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം നമ്മൾ പറയുന്നു, നമ്മുടെ ബിരിയാണിയിൽ മസാലയോ ഓയിലോ ഒന്നും ചേർത്താതെ തന്നെ നാച്ചുറൽ മസാല ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി പേസ്റ്റ് വെക്കാവുന്നവരെ നമുക്കൊന്ന് പാത്രം വളർത്തി വെച്ച് വേവിച്ചെടുക്കാം. മസാല നല്ല കുഴമ്പ് പോയതിനു ശേഷം ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കി പീസ് ചെയ്തെടുത്ത് നമുക്ക് അതിലേക്ക് കൊടുക്കാം. പിന്നീട് പുതിയ ഉപ്പ് ആവശ്യത്തിന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം വറുത്ത് പൊരി വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ അതിന് ഭാഗം നോക്കാം. അതിനുശേഷം നമ്മൾ മുന്നേറ്റ് വെച്ച 2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ദം ബിരിയാണിക്കുള്ള മസാല റെഡിയായിരിക്കുന്നു. ഇനി റൈസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം കറുകപ്പട്ട, ഗ്രാമ്പൂ, ഒരു സവാള ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ബിരിയാണിക്കായി 7 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം കണക്കിൽ 10-15 ഗ്ലാസ് വെള്ളം നമുക്ക് ബിരിയാണിക്ക് വെച്ച് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. വെള്ളം തിളക്കുന്ന വരെ നമുക്ക് അടച്ചു വെച്ച് കാത്തിരിക്കാം. അതിനുശേഷം നമ്മൾ കഴുകി ഉണക്കി വെച്ച ആ 7 ഗ്ലാസ് അരി വെള്ളത്തേക്ക് പകർന്നു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. വെള്ളവും അരിയും തിളച്ച് ഈ കണ്ടീഷൻ എത്തുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം 10 മിനിറ്റ് നിറച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായിരിക്കുന്നു. ഇനി നമ്മൾ ബിരിയാണി ദമാക്കാനുള്ള കഥ വഴി കിടക്കുകയായി. പാത്രത്തിൻ്റെ അടിയിൽ ഒരു ലെയറായി നേരത്തെ ആക്കി വെച്ച ചിക്കൻ മസാല ഇട്ട് കൊടുത്ത ശേഷം റൈസ് ലെയറായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കളറിനായി എസൻസോ മറ്റോ രാസവസ്തുക്കളോ ചേർക്കാതെ അല്പം നാച്ചുറൽ മഞ്ഞൾപ്പൊടി കലക്കി തൂക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് പുതിന അതിലേക്ക് കൊടുക്കാം. വീണ്ടും വറുത്ത് കോരിയ സവാള അല്പം കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ റൈസിന് ശേഷം മഞ്ഞൾ തൂക്കി പുതിനയിലിട്ട് വറുത്ത് കോരിയ സവാളയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യ് വറുത്ത് കോരി നമ്മുടെ ബിരിയാണിയുടെ മുകളിലേക്ക് കൊടുക്കാം. ഇനിയും ദമാക്കൽ കലർ വഴിയാണ് കോഴിക്കാപ്പെടുത്ത് എയർ ടൈറ്റ് ആക്കി മൂടിയ ശേഷം മാത്രം നടക്കും നിറച്ച് അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ദമാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡിയായിരിക്കുന്നു. ദം പൊട്ടിക്കാനായി പോവുകയാണ്. ഇതാണ് നമ്മുടെ അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.